Shabri the traveler, പുള്ളി കൊണ്ടുപോയ പ്ലേസസ്, ദ ജേർണി, ദ പാത്ത്, ദ ഡെസ്റ്റിനേഷൻ, എവറിഥിങ് അൺനോൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കാലം തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കാണാത്ത വഴികളിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത്. ശബരി വർക്കലയാണ്. ഈ ട്രിപ്പിലെ എൻ്റെ ഏറ്റവും വലിയ അഡ്വഞ്ചർ എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള 2 പേർക്ക് ഊട്ടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആ ഊട്ടിയിലെ കാഴ്ചകൾ തേടിയാണ് നമ്മൾ ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത്. ഊട്ടിയിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന കുറേ ഹിഡൻ സ്പോട്ടുകൾ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഊട്ടിയിലൊക്കെ പോകുന്നവർ പാലക്കാട് വരികയാണെങ്കിൽ നല്ല കിടിലൻ 2 ബിരിയാണി കഴിച്ചിട്ട് പോകാം കേട്ടോ. 2 ബിരിയാണി ഷോപ്പാണ് പാലക്കാട് മെയിനായിട്ടുള്ളത്. ഒന്ന് NMR, ഒന്ന് OMR. നമ്മൾ ഇന്ന് വന്നപ്പോൾ NMR ക്ലോസ്ഡ് ആയിരുന്നു. സോ OMRൽ കയറി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇവിടുത്തെ നോർമൽ ബിരിയാണിയാണ്. അതെ, ഇതുപോലെ ഏകദേശം വൈറ്റ് റൈസ് ആയിരിക്കും. ബിരിയാണി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നല്ല കിടിലൻ റൈസ്. അതുപോലെ ചിക്കൻ്റെ ഒരു മസാല, അതിങ്ങനെ തേനൂറും കേട്ടോ. പിന്നെ ചിക്കൻ കറക്റ്റ് വേവാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് കടിച്ച് കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും OMRൽ വരികയാണെങ്കിൽ ഇമാതിരി ഒരു ബിരിയാണി ഓർഡർ ചെയ്തോ, അടിപൊളിയാണ്. ഇനി ബിരിയാണിയുടെ പ്രൈസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് കേട്ടോ. അതായത് 130 റുപ്പീസേ ഉള്ളൂ 1 ചിക്കൻ പീസും പ്ലസ് 1 എഗ്ഗും ഉള്ളതിന്. ഇനി 2 ചിക്കൻ പീസ് ആണെങ്കിൽ 150 റുപ്പീസേ ഉള്ളൂ. പാലക്കാട് വന്നപ്പോൾ അടിപൊളി ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ OMR കയറി നല്ല കിടിലൻ ബിരിയാണി ആയിട്ടോ. ഒരു രക്ഷയില്ല, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ എപ്പോഴും പാലക്കാട് വരുമ്പോൾ പറയാറുണ്ട്, പാലക്കാടുകാരുടെ സ്നേഹം. അവർ വിളമ്പുന്ന ഫുഡിൽ കുറച്ച് സ്നേഹം കൂടി ഇട്ട് വിളമ്പും. ഈ പുള്ളി നമുക്ക് ബിരിയാണി തന്നപ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് കൂടി ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് പാലക്കാടുകാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ചേട്ടാ, എന്താണ് പേര്? മധു. ഓക്കെ, എന്തായാലും നല്ല ബിരിയാണി ആയിരുന്നു, അടിപൊളി സർവീസ് ആയിരുന്നു. ഓക്കെ, ശരി. ഞങ്ങൾ തൃശ്ശൂർ. ശരി, വരാം. നമ്മുടെ OMRലെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുറെ നാളുകൂടിയാണ് നല്ലൊരു ബിരിയാണി കഴിച്ചത്. സൂപ്പർ ബിരിയാണി ആയിരുന്നു. പാലക്കാട് ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ കഴിച്ച ഫുഡിനും നമ്മൾ കൊടുത്ത കാശും രണ്ടിലും നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും MLAമാരും MP മാരും PWD എഞ്ചിനീയേഴ്സും ഒക്കെ മസ്റ്റായിട്ട് ചായ കുടിക്കാൻ വരേണ്ട ഒരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സ്പോട്ട് വരുന്നത് കോയമ്പത്തൂരിൽ നിന്നും ജസ്റ്റ് ആനക്കട്ടി റൂട്ടിലേക്ക് തിരിയുമ്പോൾ കുനുവായ് എന്ന് പറയുന്നൊരു പ്ലേസിലാണ്. മലയാളികൾക്കൊന്നും അത്ര പരിചയമില്ലെങ്കിലും ഈ ഒരു ടീ ഷോപ്പ്, ഈ ഒരു ടീ ഉണ്ടാക്കുന്ന മാണിക്യം എന്ന് പറയുന്ന അദ്ദേഹവും തമിഴ്നാട്ടിൽ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയാം. കാരണം ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ലെയർ ടീ, അതായത് ഓരോ ലെയറായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ടീ കുടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞുതരും. ബൂസ്റ്റ് ഹാർലിക്സ് കാപ്പി അല്ലാതെ ബൂസ്റ്റ് ഹാർലിക്സ് ബാദം 4 ലെയർ പോട്ടെ കേരള ബ്ലാക്ക് കാപ്പി. നിങ്ങൾ കോയമ്പത്തൂരൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് ഇത് ലെയർ ടീ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കോയമ്പത്തൂരിൽ കുനുവായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു ലെയർ ടീ ഉള്ളത് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ വന്നാലാണ് നിങ്ങൾക്ക് ഇത്രയും ലേയേഴ്സ് ആയിട്ട് ടീ കുടിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ലെയർ ഉണ്ട്, 4 ലെയർ ഉണ്ട്. ഇതിൽ മിൽക്ക് ഉണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്, ബോൺവിറ്റ ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബദാം മിൽക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഓരോ ലെയർ ഇങ്ങനെ കൂടി വരും. നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ കുടിച്ച് അവസാനിപ്പിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലെയർ ടീയുടെയും ഇദ്ദേഹത്തിൻ്റെയും 10, 15, 20 വർഷമായിട്ടുള്ള ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഈ ലെയർ പൊളിയില്ലെന്നുള്ളതാണ്. ഇത് പൊളിയണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് കൈയിട്ടിളക്കുകയോ സ്പൂണിട്ടിളക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ ലെയർ പൊളിയത്തുള്ളൂ. ഇതുപോലെ നമ്മൾ പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കെട്ടിയിരുന്നെങ്കിൽ, അല്ലെ ആരും കൈയിട്ട് വാരാതിരുന്നാൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ലെയർ ടീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോയമ്പത്തൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട്, ഇനി ഊട്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിലും ഇവിടെ വന്ന് ബാല ബേക്കറി കയറിയിട്ട് ഈ ലെയർ ടീ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമന്റ് ചെയ്യും. ഓക്കെ, മേട്ടുപാളയത്ത് നിന്ന് കോത്തഗിരിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു കിടിലൻ ലെമൺ ടീ കുടിക്കുന്ന സ്പോട്ടാണ് നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത്. നീൽഗിരി ആദിവാസി വെൽഫെയർ അസോസിയേഷൻ, അതായത് ഇവിടുത്തെ ട്രൈബ്സിൻ്റെ ഒരു ടീ ആണിത്. ഫസ്റ്റ് ഇങ്ങനെ വൈറ്റ് കളറ്, അത് കഴിഞ്ഞ് അതിൽ ലെമൺ ഇട്ടു. പിന്നെ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് പുതിനയും തുളസിയും. ഇനി ഇതിലേക്ക് നൈസായിട്ട് നമ്മുടെ കട്ടൻ ഒഴിക്കും. അപ്പോൾ അതേ ഒരു ബ്രൗൺ കളർ വരും. ഓ, ശരിക്കും ഒരു ഫ്ലാഗിൻ്റെയൊക്കെ കളർ ടീയേ.
ഇവിടുത്തെ ടീ എല്ലാം സ്പെഷ്യലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നെക്സ്റ്റ് മേട്ടുപ്പാളയത്ത് നിന്ന് കോത്തഗിരിയൊക്കെ പോകുമ്പോഴേ ഈ ഒരു സ്പോട്ടിൽ കയറി ഇമാതിരി ഒരു ലെമൺ ടീ കുടിച്ചോ. ഇങ്ങനെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത്തരം വെറൈറ്റി സ്പോട്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ശബരി ദ ട്രാവലറിനെ ഫോളോ ചെയ്യാനും മറക്കണ്ട. അറ്റ് ലാസ്റ്റ് നമ്മളങ്ങനെ കോത്തഗിരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോത്തഗിരി എന്ന് പറയുന്നത് നീലഗിരിയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ഇന്ന് ഇത് ഫുള്ള് കോട മൂടി കിടക്കുകയാണ്. സുഖമായിട്ട് മഞ്ഞത്ത് പോയി ഇങ്ങനെ പുതച്ച് കിടന്ന് ഉറങ്ങട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ശബരി വർക്കലയാണ്. ഒഴുക്കുമലയിലെ സൺറൈസ് ഒക്കെ കണ്ടുമടുത്തവർക്ക് അടുത്ത ഒരു കിടിലൻ സൺറൈസ് കൂടി കാണിച്ചു തരാം. സോ നമുക്ക് സൺറൈസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് ചർച്ച ചെയ്യാം. ഓക്കെ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന മലയാളികളെ, നിങ്ങൾ അറിയുന്നില്ല, ലോകത്തിലെ 2ാമത്തെ മികച്ച കാലാവസ്ഥ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് വിദേശികൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏത് സ്ഥലമാണെന്നറിയാമോ? ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കോത്തഗിരി എന്ന് കേട്ടിട്ടുണ്ടോ? ആ കോത്തഗിരിയാണ് പണ്ട് വിദേശികൾ ഇങ്ങനെ സർട്ടിഫൈ ചെയ്തത്. അതായത് ലോകത്തിലെ 2ാമത്തെ സുഖമുള്ള കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം. സീ ലെവലിൽ നിന്നും ഏകദേശം 6000 ഫീറ്റ് അബോവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ പല സൺറൈസ് കാണാൻ പോകുന്നവർക്കും ഊട്ടിയിൽ ഇങ്ങനെ ഒരു സൺറൈസ് കാണാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല എന്നുള്ളതാണ്. എന്താണ് ഫോറിനേഴ്സ് അങ്ങനെ സർട്ടിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും സുഖമുള്ള ഒരു ക്ലൈമറ്റാണ്. അതായത് നമുക്കറിയാം ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ശൈത്യം വരുമ്പോൾ അതിശൈത്യമായിരിക്കും അല്ലേ. എന്നാൽ ഇവിടെ എപ്പോഴും സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്. അതായത് അതിശൈത്യവുമില്ല, കഠിനമായ ചൂടുമില്ല. ഏതൊരു പ്രായക്കാർക്കും ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷേഴ്സ് ഏറ്റവും കൂടുതൽ അവരുടെ വേനൽക്കാല വസതികൾ, ബംഗ്ലാവുകൾ തീർത്ത ഒരു പ്രദേശം കൂടിയാണ് കോത്തഗിരി എന്നുള്ളത്. ജസ്റ്റ് ഊട്ടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സാണ് നമുക്ക് കോത്തഗിരിയിലേക്ക് വരുന്നത്. അപ്പോൾ കോത്തഗിരിയൊക്കെ ഇതുവരെയ്ക്കും വരാത്തവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോ. ഒപ്പം തന്നെ കോത്തഗിരിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസും ആസ്വദിക്കാന്നുള്ളതാണ്. കോടനാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഡെഡ് എൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഊട്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നീലഗിരി ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡും ഇതാണെന്ന് പറയാം കേട്ടോ. കാരണം ഭൂമിയുടെ എഡ്ജിലാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ ഇരുന്ന് തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഊട്ടിയിൽ നിന്നും കോത്തഗിരിയിൽ നിന്നൊക്കെ കോടനാടിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ രാവിലെ ഇവിടെ വന്നൊരു സൺറൈസ് കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. സാധാരണ ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തും കോട്ടേജസ് ആണ് കാണുന്നത്. ഇക്കോ കോട്ടേജസ് ഒക്കെയാണ് ഇങ്ങനെ പില്ലറൊക്കെ തീർത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ്റൂമാണ് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. മറു സൈഡ് ഗ്ലാസും കൂടെ ആണെങ്കിൽ പൊളിച്ചാനായിട്ടോ. ഒയ്യോ, ഊട്ടിയിലൊക്കെ തണുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഈ ഒരു ഫ്രെയിം കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അമ്മ, എല്ലാവരും കൂടെ അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന നോക്കിയ തണുപ്പത്ത്. ഇത് നോക്കി, ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ അവരെ കൂടെ പോയി അങ്ങനെ ആ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുക കേട്ടോ. ആ തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു നമുക്ക് കാണുമ്പോൾ പോലും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഭയങ്കരമായിട്ട് കുളിരുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഊട്ടിയിലെ ഈ വർഷത്തെ അഡ്വർടൈസ്മെന്റിന് പോലും ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്യാൻ തോന്നുന്നു. ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാവരും കൂടെ അങ്ങനെ ഞെരിഞ്ഞ് ഒതുങ്ങി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് എനിക്ക് തന്നെ കോട്ടുമായിരുന്നു കേട്ടോ. അതെ, ഇവിടെ അടുത്ത ടീം ഉറക്കമൊക്കെ എഴുന്നേറ്റ് തണുപ്പെന്നൊക്കെ കുറച്ച് രക്ഷ നേടി ഇച്ചിരി വെയിലൊക്കെ കൊള്ളയാണ്. ഞാൻ എവരെയും കൊണ്ട് ഒരു കിടിലൻ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പുല്ലൊക്കെ മേഞ്ഞ് കഴിച്ച് കിടക്കുന്ന പശുവിൻ്റെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള പാല് വെച്ചിട്ടുള്ള ചായ കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ കയറി ഒരു ചായ കുടിച്ചു. ഒപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നൊരു വടയുണ്ട് കേട്ടോ. ഈ വടയുടെ ക്രിസ്മിനെസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് വായിലോട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കടിക്കുമ്പോൾ സൗണ്ട് കേൾക്കും കടിക്കുമ്പോൾ. അപ്പം അത്രയും നല്ല വടയും അത്രയും നല്ലൊരു ചായയൊക്കെ ഇത്തരം കടകളിലാണ് കിട്ടുന്നത്. ഈ കടകളൊക്കെ പഴയതാണെങ്കിലും ഇവിടുത്തെ ഫുഡ് എപ്പോഴും പുതിയതായിരിക്കും. എൻ്റെ 2ാമത്തെ ചായയാണിത്. ഇങ്ങനെയുള്ളൊരു ചായ സത്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റായിരുന്നു. അടുത്ത തമിഴ്നാട്ടിലെ ഒരു കേരള ഗ്രാമത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പേര് കൊണ്ടാണ് ഇതൊരു കേരള ഗ്രാമം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കോത്തഗിരിയിൽ നിന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരെന്താണെന്നറിയുമോ? കേരള മട്ടം. അതായത് കേരാമട്ടം. ഇവിടെ അടിയായി കേട്ടോ. അതായത് ചേട്ടൻ പറയുന്നത് കേരള മട്ടമാണ്, ഇല്ല പുള്ളിക്കാരി പറയുന്നത് അത് ശോഷിച്ച് കേരാമട്ടം ആയെന്നാണ്. എന്തായാലും കേരള മട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കോടനാട് വ്യൂ പോയിന്റിലൊക്കെ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു ചായയും നല്ല അടിപൊളി ഉഴുന്നുവടയും കഴിക്കണമെങ്കിൽ ഇതേ ഇങ്ങനെ ഒരു ടീ ഷോപ്പിൽ കയറിക്കോ. നമ്മുടെ സ്വന്തം വിജയൻ ചേട്ടൻ്റെ KVK ടീ സ്റ്റോൾ കേട്ടോ. എപ്പോൾ ഇനി കോത്തഗിരിയിൽ കോടനാട് വ്യൂ പോയിന്റിൽ പോയാലും ദേ ഇവിടുന്ന് ചായ കുടിച്ചിട്ടേ പോകാറുള്ളൂ. ഓക്കെ, ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്ന് പറയുന്നത് ദേ ഈ ഒരു ചേച്ചിയുടെ രാവിലത്തെ ദോശ കഴിപ്പാണ് കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് മഹാത്മജി പറഞ്ഞൊരു വാക്കാണ് ഓർമ്മ വരുന്നത്. വിശപ്പുള്ളവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണമായി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അവരാ ഫുഡ് കഴിക്കുന്ന ഒരു ഇത് നോക്കിയല്ലേ, അയ്യോ എന്താ അല്ലേ, ശരിക്കും വിശപ്പിൻ്റെയൊക്കെ ഒരു കഴുപ്പ്. ഫ്രണ്ടിൽ 2 പല്ലില്ലേ, എന്നാലും അവരാ വിശപ്പ് കാരണം കഴിക്കുന്ന രീതി നോക്കിയേ. അതായത് നമ്മുടെയൊക്കെ നാട്ടിലെ ഇവിടത്തെയും വ്യത്യാസം എന്താണെന്ന് അറിയുമ്പോൾ നമ്മളൊക്കെ കൂടുതലും ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നില്ല. നമുക്കൊന്നും ഇപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയത്തില്ല. ഇത് കാണുമ്പോഴാണ് അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. ഇന്ത്യയിലെ സെക്കൻഡ് ഫ്ലൈറ്റ് ക്രാഷ് നടന്ന ആ ഒരു പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. അറിയോ ഇത് ഏതാണ് ആ പ്ലേസ് എന്നുള്ളത്? അതുപോലെ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിന്, ഇന്ത്യയിലെ സെക്കൻഡ് ഫ്ലൈറ്റ് ക്രാഷിന് 75 ഇയേഴ്സ് ആയിരിക്കുകയാണ് ഈ 2025. 1950 ഇന്ത്യയെ നടുക്കിയ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റ് ക്രാഷ് നടന്നതെന്ന് പറയുന്നത് നമ്മുടെ കോത്തഗിരിയിലെ കോടനാട് വ്യൂ പോയിന്റിനടുത്താണ്. എൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് ആ ഒരു പ്ലേസ് വരുന്നത്. അപ്പോൾ അതിലെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ ദ ലോൺ സെന്റിനൽസ് ഓഫ് നീലഗിരി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത ആ ഡോക്യുമെൻ്ററിയിൽ ആ ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 75 വർഷം മുന്നേ ഉള്ളൊരു സ്റ്റോറിയാണ്. പറ്റുന്നുള്ളവരൊക്കെ അതൊന്ന് കാണുക. കോത്തഗിരി ഫ്ലൈറ്റ് ക്രാഷ് എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷനാണ്. ഫുൾ വേർഷൻ നമ്മളിങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, കോത്തഗിരിയിൽ നിന്ന് നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടിയിൽ അധികം ആർക്കും അറിയാത്ത മഞ്ചൂർ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ ദേ നമ്മൾ മഞ്ചൂർ എന്നുള്ളൊരു സൺറൈസ് കാണാൻ തയ്യാറെടുക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ മഞ്ചൂർ എന്ന് പറയുന്നത് ഊട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ്. അത്യാവശ്യം വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും ഹോം സ്റ്റേസും മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത് കോട്ടേജിൽ നിന്നുള്ള വ്യൂ കേട്ടോ. മോർണിംഗ് വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. അതേ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പം നമുക്ക് പതുക്കെ ആ തണുപ്പൊക്കെ ആസ്വദിക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന വേറൊരു പ്ലേസ് ഇല്ലെന്ന് പറയാം. ആ ഒരു കിടിലം പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകിലാണ് ദേ കേരളം. ആ മേഘങ്ങൾക്കടിയിലാണ് കേരളം കിടക്കുന്നത്. സീ ലെവലിൽ നിന്നും 6000 ഫീറ്റ് അബോവിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലവും നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ മലനിരകളെ ആദ്യമായിട്ട് നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് എത്തിക്കാനും ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ മലയുടെ പേരെന്ന് പറയുന്നത് മഞ്ചൂർ എന്ന് പറയും. ഇനി ഞാൻ ഈ മഞ്ചൂരിലിരുന്ന് ആസ്വദിക്കുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് കിന്നക്കോര. ഉച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന കിന്നക്കോര എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയത്. യെസ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കിടിലം ബൈക്ക് റൂട്ട് ഉള്ള ഒരു പ്ലേസ് ആണത് കേട്ടോ. വർഷങ്ങൾക്കൊക്കെ മുന്നേ അങ്ങനെ ഒരു പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ഗ്രാമപ്രദേശമായിരുന്ന അത് ഇന്ന് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. അതും നമ്മളെ മലയാളികളെ കാരണം തന്നെയാണ്. ഒരു 2 months ബിഫോർ അവിടെ ഒരു മലയാളി ടീം പോയിട്ട് നമ്മുടെ മദ്യക്കുപ്പികളൊക്കെ റോഡിൽ വലിച്ചെറിയുകയും അതുപോലെ തന്നെ കാടിനുള്ളിലേക്ക് കയറുകയും തടയാൻ വന്ന ഫോറസ്റ്റുകാരോടൊക്കെ തർക്കം ചെയ്യുകയും ചെയ്തു. സോ ഫോറസ്റ്റുകാർ കിന്നക്കോരയിലേക്കുള്ള റൂട്ട് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മളെ കൊണ്ടൊക്കെ അത്രയും സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 2 ദിവസം അടുപ്പിച്ച് സൺറൈസ് കാണുന്നത്. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇത് കാണുന്നത്. ബ്യൂട്ടിഫുൾ. നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഒരു ജയിലിലാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ജയിലാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ജയിലിലൊക്കെ കൊണ്ടിട്ടാൽ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് പോകാനേ തോന്നത്തില്ല. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലഗിരി ജില്ലയിലെ മഞ്ചൂരിലാണ്. ഏകദേശം സീ ലെവലിൽ നിന്നും 6000 ഫീറ്റ് അബോവിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടീ എസ്റ്റേറ്റാണ്, മലനിരകളാണ്, നല്ല കോടയും മഞ്ഞും ഒക്കെയാണ്, തണുത്ത ക്ലൈമറ്റാണ്.
അപ്പോൾ വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇതൊരു ചെറിയ കാടായിരുന്നു, അത്യാവശ്യം ചെറുതല്ല, വലിയ കാട് തന്നെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ടിപ്പു സുൽത്താൻ്റെയൊക്കെ കാലത്ത് അന്ന് ആ ഭാഗങ്ങളിലൊക്കെ തെറ്റ് ചെയ്താൽ, എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്താൽ കൊണ്ടുവരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇത്. അതായത് അന്നത്തെ കാലത്ത് ജയിൽ തോട്ടം എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. അതായത് അന്ന് ഓപ്പൺ ജയിലുകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. സോ എന്തെങ്കിലുമൊക്കെ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളെ നാട് കടത്തി ഇവിടെ കൊണ്ടിടുമായിരുന്നു. അങ്ങനെയാണ് ഇതിന് ജയിൽ തോട്ടങ്ങൾ എന്ന് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ മഞ്ചൂരിൽ നിന്ന് കിന്നക്കോരയിലേക്ക് പോകുന്ന ആ ഒരു പ്ലേസിനെയാണ് ഈ ജയിൽ തോട്ടങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ ഇന്ന് ഇതൊക്കെ മാറി, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ കുടിയേറി പാർത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസായി മാറി മഞ്ചൂരും കിന്നക്കോരയൊക്കെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു തനി നാടൻ തമിഴ്നാടിൻ്റെ ചേലുള്ള ഒരു ടീ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ടീ ഷോപ്സാണ് കേട്ടോ. ഇവിടെ നല്ല കുഷ്ബു ഇഡലിയും മെതു വടയും കിട്ടും. മനസ്സിലായോ? ഇഡലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ മെതുവട എന്നാണ് ഇവർ ഈ ഉഴുന്നുവടനെ പറയുന്നത്. നല്ല ഉഴുന്നുവടയും കിട്ടും. സാമ്പാറും ചട്നിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒന്നും അടിക്കുന്നതല്ല കേട്ടോ, എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് പറയാം. ഈ പൂ പോലത്തെ ഇഡലിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഇതേപോലെ സാമ്പാറിലും ചട്നിയിലും മുക്കി ഇങ്ങനെ വായിക്കകത്തോട്ട് വെക്കാൻ പോണ്ടല്ലോ, അലിഞ്ഞിങ്ങ് ഇല്ലാതാവും. അതാണ് ഇവിടുത്തെ ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും സോഫ്റ്റാണ്. അടുത്ത നമ്മൾ മഞ്ചൂരിൽ ഒരു കിടിലൻ കോവിലിൽ വന്നിരിക്കുകയാണ് കേട്ടോ, അന്നമലൈ കോവിൽ. ഇതൊരു കോവിൽ മാത്രമല്ല, ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. അതായത് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് മഞ്ചൂരിലാണ് ഇങ്ങനൊരു പ്ലേസ് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ നിന്ന് ഒരു 360 വ്യൂ കിട്ടും. ആ ഒരു വലിയ 360 വ്യൂ ഉള്ള ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ഒരു ടെമ്പിൾ. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ് ഫുൾ അടിപൊളിയാണെന്ന് പറയാം. ഇപ്പോൾ ഫുള്ള് കോട മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊന്നും ക്ലിയർ അല്ല. ഞാൻ പണ്ട് എപ്പോഴും എഴുതുമ്പോൾ പറയുമായിരുന്നു, അതായത് നിങ്ങൾക്ക് ലേ ലഡാക്കിലും ഉത്തരാഖണ്ഡിലും ഒന്നും പോകാൻ കാശില്ലെങ്കിൽ നേരെ മഞ്ചൂരയ്ക്ക് വാ, ഇവിടെ അതിൻ്റെ ഒരു കോപ്പി മലനിരകളെ കാണാൻ സാധിക്കുമെന്നുള്ളത്. നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കോവിലാണിത് കേട്ടോ, അന്നമലൈ കോവിൽ. പേര് പോലെ തന്നെ ഇവിടെ 365 ഡേയ്സും അന്നദാനം ഉണ്ടാവും. അത് നല്ല ഫുഡാണ്. ശബരി ദ ട്രാവലർ, പുള്ളി കൊണ്ടുപോയ പ്ലേസസ്, ദ ജേർണി, ദ പാത്ത്, ദ ഡെസ്റ്റിനേഷൻ, എവറിത്തിങ് അൺനോൺ ആയിരുന്നു. സോ ഐ ജസ്റ്റ് ട്രസ്റ്റഡ് ദ പ്രോസസ്. സോ ഐ എം ഹാപ്പി. ഞാൻ റിച്ചാർഡ് ജേക്കബ് ആണ്. ഞാനൊരു എൻ്റർപ്രണർ കൂടിയാണ്. ഡൂബെ റിച്ചൂസ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ വളരെ കാലങ്ങളായി ശബരി ട്രാവലർ എന്നുള്ള ചാനൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടുത്തെ കുറച്ച് മനുഷ്യരെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത് എങ്ങനെയാണോ അതിലൊരു ആത്മാവുണ്ട്. അത് നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും മനസ്സും നിറഞ്ഞൊരവസ്ഥയായിപ്പോൾ. അടിപൊളി കാഴ്ച. നമ്മളിങ്ങനെ ഹെയർ പിൻ ബെൻഡ് ഇറങ്ങി വന്നതും ദേ നിൽക്കുന്ന കാട്ടിലെ മസിൽ മാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ. ആ മരത്തിൽ ഇട്ട് ചൊറിയാണെന്നൊന്നല്ല. അവിടെ നീ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ ജീവിക്കുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, ഒരു 6-7 വർഷം മുന്നേ നമ്മൾ കണ്ടത് ഇതേ സ്ഥലത്ത് വെച്ച്. ഒന്നും പോരിടെ അവിടെ. യെസ്, ലാസ്റ്റ് ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ വീണ്ടും പാലക്കാട് വന്നിരിക്കുകയാണ്. പാലക്കാട് നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയാമോ? ഇഡ്ഡലിയും മട്ടനും കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഴിക്കണം. അതും പാലക്കാടുള്ള ശ്രീ വിജയലക്ഷ്മി നിവാസ് ഹോട്ടലിൽ നിന്ന്. അതിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇഡ്ഡലിയും മട്ടനും എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ഈ മട്ടൻ്റെ ചാറ് ഒഴിച്ച് ഇങ്ങനെ എന്ത് പറയാൻ, ഇങ്ങനെ കുഴച്ച് ആ മട്ടൻ്റെ പീസ് കൂടെ എടുത്ത് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്. വാവ്, ഒരു തവണ മസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ ഇഡ്ഡലിയും മട്ടനും എന്ന് പറയുന്നത്. പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി എപ്പോൾ നമ്മുടെ പാലക്കാട് വന്നാലും വൈകുന്നേരമൊക്കെ ഇങ്ങോട്ട് വന്നോ, ഇഡ്ഡലിയും മട്ടനും കയറി അടിച്ചോ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ശബരി ദ ട്രാവലറിനെ മെൻഷൻ ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത്തരം വെറൈറ്റി വീഡിയോസിനായിട്ട് ശബരി ദ ട്രാവലർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുക. ഓക്കെ.